ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മലയാളത്തിലെ വൻ വിജയം നേടിയെടുത്ത സിനിമയാണല്ലോ എമ്പുരാൻ. സിനിമ മാർച്ച് 27 തിയേറ്ററുകളിലേക്ക് എത്തി OTT-യിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ റിലീസ് ചെയ്ത കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഇതിനോടകം തന്നെ എത്തപ്പെട്ട് കഴിഞ്ഞ സിനിമയാണ്. എന്നാൽ ഇനിയും സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ് ആയിരുന്നില്ല. ഇപ്പോഴും എമ്പുരാന്റെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഫൈനൽ ഓവർസീസ് കളക്ഷൻ ഇപ്പോഴത്തെ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. അത് പ്രകാരം ഓവർസീസിൽ $17 മില്യൺ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ $16.90 മില്യൺ മുകളിലാണ് ഓവർസീസിൽ എമ്പുരാന്റെ ഫൈനൽ ഗ്രോസ് കളക്ഷൻ. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 144 കോടി 80 ലക്ഷം രൂപ, ഏകദേശം 1.45 മില്യൺ, അതായത് 14 ലക്ഷത്തിലധികം ആളുകളാണ് ഓവർസീസിൽ നമ്മുടെ മലയാളം സിനിമ എമ്പുരാൻ കണ്ടിരിക്കുന്നത്. ഒരു മലയാളം സിനിമയുടെ ആദ്യത്തെ ഓവർസീസിലെ 100 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത സിനിമ കൂടിയ എമ്പുരാൻ ആദ്യത്തെ $9 മില്യൺ മുതൽ ആദ്യത്തെ $16.90 മില്യൺ ഓവർസീസിൽ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് ഇതോടെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 144 കോടി 80 ലക്ഷം എന്ന് പറയുമ്പോൾ ലാലേട്ടന്റെ തന്നെ പുലിമുരുകൻ എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസിനേക്കാൾ മുകളിലാണ് എമ്പുരാന്റെ ഓവർസീസ് ഫൈനൽ ഗ്രോസ്. പിന്നെ നമ്മുടെ മലയാളത്തിലെ പല പ്രമുഖർക്കും ഇല്ലാത്ത 100 കോടി രൂപയ്ക്ക് മുകളിൽ ലാലേട്ടൻ ഓവർസീസിൽ മാത്രം നേടിയെടുത്തിരിക്കുന്നു എന്നുകൂടി പ്രത്യേകം പറയട്ടെ. ആകെ മൊത്തത്തിൽ ലാലേട്ടൻ ഓവർസീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിലാണെങ്കിലും വേറെ ലെവൽ പീക്കിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പല പ്രമുഖരുടെയും ഫൈനൽ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ലാലേട്ടന്റെ പവർ എന്താണെന്ന് വീണ്ടും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എമ്പുരാന് പിന്നാലെ തിയേറ്ററുകളിലേക്ക് എത്തി എമ്പുരാനേക്കാൾ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്തില്ല എങ്കിൽ പോലും തുടരുമെന്ന സിനിമ എമ്പുരാനേക്കാൾ വലിയ വിജയം നേടിയെടുത്ത് ഉറപ്പാക്കി കഴിഞ്ഞ സിനിമയാണല്ലോ. ഈ വീഡിയോയിലൂടെ തുടരുമെന്ന സിനിമയുടെ തമിഴ്നാട് റിലീസിനെ കുറിച്ചും സ്ക്രീൻ കൗണ്ടിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത് പ്രകാരം ലാലേട്ടന്റെ തുടരും നാളെ തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ തമിഴ് ഭാഷയിൽ റിലീസിനായിട്ട് എത്തുകയാണ്. ഏകദേശം 155 സ്ക്രീനുകൾ ലാലേട്ടൻ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ ലഭ്യമാകുന്നു എന്നാണ് വിവരം. അപ്പോൾ സിനിമയ്ക്ക് മികച്ചൊരു സ്ക്രീൻ കൗണ്ട് അവിടെ ലഭ്യമാകുന്നുണ്ട്. ഇനി തമിഴ് പ്രേക്ഷകരിൽ നിന്ന് സിനിമ സപ്പോർട്ട് നേടിയെടുക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. മലയാളത്തിൽ തുടരും എന്നാണ് സിനിമയുടെ പേരെങ്കിൽ തമിഴിൽ തുടരും എന്നാണ് സിനിമയുടെ പേര്.